നമസ്കാരം. ഇന്നൊരു പാവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെ ഇതുപോലെ ഒരു 2 കഷ്ണം, ചെറിയ ഒരു കഷ്ണം ഒരു വലിയ കഷ്ണം ഓല എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക. കണ്ടോ, ഇതിൻ്റെ അടി കട്ട് ചെയ്തിട്ട് ആ മടക്കിയതിൻ്റെ ഉള്ളിലൂടെ ഹോളിലൂടെ താഴേക്ക് എടുക്കുക. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു കെട്ട് പോലെ ഒരു സംഭവം കിട്ടും. കണ്ടോ, എന്നിട്ട് ആ ഭാഗം മുറിച്ച് മാറ്റുക. അപ്പോൾ ഒരു പീസാവും. അതുപോലെ ആ ബാലൻസുള്ള പീസിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം കൂടി മുറിച്ചെടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക, മേളിൽ നിന്ന് അടിയിലോട്ടും മടക്കുക. അതായത് ലെഫ്റ്റും റൈറ്റും മടക്കുക. കണ്ടോ, ലെഫ്റ്റും റൈറ്റും മടക്കുക, മേളിൽ നിന്ന് അടിയിലേക്ക് മടക്കുക. എന്നിട്ട് അടിഭാഗം എടുത്ത് അതിൻ്റെ ഉള്ളിലൂടെ അതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു കെട്ടായി. കണ്ടോ, ഇനി അതിൻ്റെ അടിഭാഗം എടുത്ത് ആ കെട്ടിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. കണ്ടോ, അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു പാവയുടെ ഒരു പകുതി ഭാഗം കിട്ടും. അതിനുശേഷം നമുക്ക് ആ ഒരു ബാഗ് പോലുള്ളൊരു സംഭവം, ശരിക്കും ഇതൊരു ഡോറപ്പാവയാണ്. അതിനൊരു മുഖമൊക്കെ വരച്ച് ഡോറയുടെ ഇതൊക്കെ വരച്ച് കഴിഞ്ഞാൽ അതാവും. അപ്പോൾ ഇതുണ്ട് ഒരു ബാഗ് വെച്ച് ഇനി നമ്മൾ ഒരു ഈർക്കിലെടുക്കുക. ഈർക്കിലെടുത്ത് അതിൻ്റെ ഓലയൊക്കെ കളഞ്ഞെടുത്തിട്ട് നമ്മൾ പണ്ട് നാക്ക് പഠിക്കാനായിട്ട് ഈർക്കിൽ കീറില്ലേ, അതുപോലെ കണ്ടോ അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുക. കുറച്ച് ഭാഗം പൊളിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക. അപ്പോൾ ഒരു കൈവിരലിൻ്റെ ഒരു ഇത് കിട്ടുന്ന പോലെ ആവും സംഭവം. കണ്ടോ, വിടർത്തി എടുത്ത് കഴിഞ്ഞിട്ട് ആ ഡോറപ്പാവയുടെ ഉള്ളിലൂടെ ബാഗിന് തൊട്ട് മുകളിലൂടെ താഴത്തേക്ക് എടുക്കണം. കണ്ടോ, ഇതുപോലെ താഴത്തേക്ക് എടുത്തിട്ട് ആ 2 ഭാഗങ്ങൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എടുക്കണം. കണ്ടോ, അപ്പോൾ ഭംഗിയുള്ള കയ്യൊക്കെ അനങ്ങുന്ന ഒരു പാവേനെ നമുക്ക് കിട്ടും. പൈസ കൊടുക്കേണ്ട, വെറുതെ ഒരു ചെറിയ ഓല പീസ് ഉണ്ടെങ്കിൽ നമുക്കൊരു പിള്ളേരെ കളിപ്പിക്കാവുന്ന പാവേനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കേ.